606 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. സംസ്ഥാനത്ത് ഒരു ദിവസം ഉണ്ടാകുന്ന ഏറ്റവും ഉയർന്ന കണക്കാണ് ഇന്ന്. 10,606 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആദ്യമായാണ് കണക്ക് 10,000 കടക്കുന്നത്. അത് മാത്രവുമല്ല, ഒരു ദിവസം ഉണ്ടാകുന്ന വർധന ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തുന്നതും ഇന്നാണ്. 10,606 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആശങ്കപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത് കാര്യങ്ങൾ. ഏറ്റവും ഉയർന്ന നിരക്ക് ഇന്ന് രേഖപ്പെടുത്തുന്നു. 10,000 കടന്നിരിക്കുന്നു പ്രതിദിന കോവിഡ് കണക്ക്. വി അരുൺ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്ക് 10,000 കടന്നിരിക്കുന്നു. രോഗമുക്തി നിരക്കും ഉയരുന്നുണ്ട്. എന്താണ് ഇന്നത്തെ വാർത്താക്കുറിപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ? രേണുക, ഏറ്റവും നിർണായകമായ ദിവസങ്ങൾ, ഏറ്റവും നിർണായകമായ ആഴ്ചകൾ സംസ്ഥാനത്ത് കോവിഡ് വ്യാപനത്തിൻ്റെ കണക്കുകളുടെ കാര്യത്തിൽ അതാണ് ഇപ്പോൾ ഉള്ളത്. അത് നേരത്തെ ആരോഗ്യവകുപ്പ് പ്രതീക്ഷിച്ചതാണ്. ആ കണക്കുകളിലേക്ക് സംസ്ഥാനത്ത് രോഗബാധ എത്തുന്നു. 10,606 പേർക്ക് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് സംസ്ഥാനത്ത് കോവിഡ് രോഗം ബാധിച്ചിരിക്കുന്നു. അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. 1,576 പേരുള്ള കോഴിക്കോട് ജില്ലയാണ് ഏറ്റവും അധികം രോഗികൾ ഒരു ദിവസം ഉള്ളത്. മലപ്പുറത്ത് 1,350, എറണാകുളം 1,201, തിരുവനന്തപുരം 1,182. ഇത്രയും ജില്ലകളിൽ 1000-ന് മുകളിലേക്ക്, അതിൽ കോഴിക്കോട് 1,576 എന്ന വലിയ സംഖ്യയിലേക്കാണ് കോവിഡ് ബാധിതരുടെ എണ്ണം പോകുന്നത്. തൃശ്ശൂരിൽ 948 പേർ, കൊല്ലത്ത് 852 പേർ, ആലപ്പുഴ 672, പാലക്കാട് 650, കണ്ണൂർ 602, കോട്ടയം 490. ഇങ്ങനെ പോകുന്നു മറ്റു ജില്ലകളിലെ കണക്ക്. ഏറ്റവും കുറവുള്ള ഇടുക്കിയിൽ പോലും 120 പേർ രോഗബാധിതരാണ്. ഇന്നത്തെ ഒറ്റ ദിവസത്തെ കണക്കനുസരിച്ച് മരണങ്ങളുടെ കണക്കും കുറയുന്നില്ല. അതും ശരാശരി 20 തന്നെ നിൽക്കുന്നു. ഇന്ന് 22 പേരാണ് സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചത്, അല്ലെങ്കിൽ മരണത്തിന് ശേഷം കോവിഡ് രോഗം സ്ഥിരീകരിക്കപ്പെട്ടത്. തിരുവനന്തപുരം പെരിങ്ങമല സ്വദേശി മോഹനകുമാർ, വലിയതുറ സ്വദേശിനി സഫിയ, വലിയതുറ സേവിയർ, കൊടുങ്ങാനൂർ സ്വദേശി ശങ്കരൻ, മുല്ലക്കൽ സ്വദേശി മുരുകപ്പൻ ആചാരി, വഴയില സ്വദേശി ലീല, പൂജപ്പുര 2 മരണങ്ങൾ തിരുവനന്തപുരത്തോട്ട്. ഒറ്റശേഖരം തിരുവനന്തപുരം തന്നെയാണ് മരണത്തിൻ്റെ കണക്കിൽ ഇന്നും ഏറ്റവും അധികം മരണങ്ങൾ ഉള്ളത്. മറ്റു ജില്ലകളിലും സമാനമായി മരണസംഖ്യയും കൂടുന്നു. ഇന്ന് രോഗം സ്ഥിരീകരിച്ച 55 പേർ മാത്രമാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നവർ. 164 പേർ മറ്റ് സംസ്ഥാനങ്ങൾ. 9,542 പേർക്ക് സമ്പർക്കത്തിലുള്ള രോഗം ബാധിക്കുന്നു. കഴിഞ്ഞ 1.5 മാസത്തിലേറെ കാണുന്ന അതേ ട്രെൻഡ് തന്നെയാണ് ഈ സമ്പർക്ക രോഗികളുടെ കാര്യത്തിൽ ഇന്നും ഉള്ളത്. 741 പേരുടെ ഉറവിടം വ്യക്തമല്ല. അതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കണക്ക്. കോഴിക്കോട് 1,488, മലപ്പുറം 1,224 എന്നിങ്ങനെ സമ്പർക്കത്തിൽ രോഗം ബാധിച്ചിട്ട് കണക്കുകൾ ഉണ്ട്. 98 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിക്കുന്നു. തിരുവനന്തപുരത്ത് എറണാകുളത്തും 20 പേർക്ക് വീതം. എറണാകുളം ജില്ലയിലെ 6 INHS ജീവനക്കാർക്കും രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. 6,161 പേർക്ക് പരിശോധനാ ഫലം നെഗറ്റീവ്. അല്പം ആശ്വാസം. പക്ഷേ 10,000-ന് മുകളിലേക്ക് രോഗബാധ വരുമ്പോഴും 6,161 പേർക്കാണ് രോഗമുക്തി ഉണ്ടാകുന്നത്. തിരുവനന്തപുരത്ത് 820 പേർക്ക് ഏറ്റവും അധികം രോഗം ബാധിച്ച ജില്ലയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് 820 പേർക്ക് രോഗമുക്തി ഉണ്ടായിരിക്കുന്നു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലെ 2,67,834 പേർ ഇപ്പോൾ നിരീക്ഷണത്തിലുണ്ട്. ആശുപത്രികളിലും അതുപോലെ തന്നെ വീടുകളിലുമൊക്കെ നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ ആകെ കണക്കാണ്. 24 മണിക്കൂറിനെതിരെ സാമ്പിൾ പരിശോധനയിലും വലിയ വർധനയുണ്ട്. 73,816. ഒരുപക്ഷെ ഏറ്റവും അധികം സാമ്പിളുകൾ പരിശോധിച്ച ദിവസമായി കൂടി ഇന്ന് മാറുകയാണ്. 73,816 സാമ്പിൾ പരിശോധിച്ചു. 14 പുതിയ ഹോട്ട്സ്പോട്ടുകൾ സംസ്ഥാനത്ത് ഉണ്ടാകുന്നു. 12 പ്രദേശങ്ങളിലെ ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കുന്നു. ആരോഗ്യവകുപ്പ് അധികൃതർ, ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ആശങ്കപ്പെട്ടതുപോലെ, മുന്നറിയിപ്പ് നൽകിയതുപോലെ ഈ ആഴ്ചകൾ വളരെ നിർണായകമായി മാറുന്നു. സംസ്ഥാനത്തെ രോഗബാധ 10,000 കടന്ന രോഗബാധ. ഇപ്പോൾ ഡോക്ടർ അഷീൽ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഡോക്ടർ അഷീൽ, സംസ്ഥാനത്ത് ആദ്യമായി കോവിഡ് കണക്ക് ഒരു ദിവസം 10,000 കടക്കുന്ന ദിവസമാണ്. അതും 10,606 ആണ് ഇന്ന് കണക്ക്. ആശങ്കപ്പെട്ടിരുന്നതാണ് ഈ സാഹചര്യം. എങ്കിൽ പോലും വലിയൊരു വർധന കണക്കിൽ ഉണ്ടാകുന്നതിനെ താങ്കൾ എങ്ങനെ കാണുന്നു? ഇത് ആക്ച്വലി പ്രഡിക്റ്റഡ് തന്നെയാണ്. നമ്മൾ ഓഗസ്റ്റ് അവസാനത്തോടു കൂടിയാണ് 10,000-ന് മുകളിൽ പ്രതീക്ഷിച്ചത്. പക്ഷെ ബേസിക്കലി എന്തായാലും കേസുകൾ ഇതിൽ കൂടുതൽ എന്തായാലും ഉണ്ടാവും. അത് പ്രതീക്ഷ തന്നെയാണ്. പക്ഷെ നമ്മൾ നോക്കേണ്ട പറഞ്ഞാൽ മരണത്തിന്റെ 22 പേര് ആണ് മരണം റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ഇച്ചിരി ആശ്വാസം നൽകുന്നതാണ്. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഒരു 5,000-ന് മുകളിൽ കേസുകൾ വരുന്ന സമയത്ത് മരണവും അത് കണക്കായിട്ട് വലിയ രീതിയിൽ കൂടുന്നതാണ് നമ്മൾ മറ്റ് സ്ഥലങ്ങളിലൊക്കെ കണ്ടിരിക്കുന്നത്, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളില്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ
കർണാടകയിലൊക്കെ ഒരു 9,000 കേസ് വരുമ്പോഴേക്കും 140 മുകളിലാണ് മരണങ്ങൾ ഉണ്ടായത് ആ സമയത്ത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് മരണത്തിന്റെ കാര്യത്തിൽ വലിയ രീതിയിൽ വർധനവില്ല എന്നുള്ള ഒരു ആശ്വാസമുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ നോക്കുന്ന വെച്ചാൽ ആരോഗ്യ സംവിധാനങ്ങളുടെ കപ്പാസിറ്റിയുടെ മുകളിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ വലിയ രീതിയിൽ പ്രശ്നമുണ്ട്. ഇപ്പൊ ആരോഗ്യ സംവിധാനത്തിനകത്ത് നിൽക്കുന്നത് കൊണ്ടാണ് വലിയ രീതിയിൽ മരണങ്ങൾ ഇല്ലാത്തത്. പക്ഷെ നമ്മൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മരണങ്ങൾ കുറവാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അലംഭാവം കാണിക്കാൻ വേണ്ടി പറ്റില്ല. ഈ കണക്കുകൾ കാണിക്കുന്നത് രോഗവ്യാപനം ഉണ്ടാവുന്നത് തന്നെയാണ്. രോഗവ്യാപനം എങ്ങനെയാണ് ഉണ്ടാവുന്നത് മനസ്സിലാക്കണം. ഈ രോഗവ്യാപനം ഉണ്ടാവുന്നത് ആളുകൾ സമ്പർക്കം ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെയാണ്. അതിൽ ഇപ്പം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ജാഗ്രത പുലർത്തുക എന്ന് തന്നെയാണ്. രോഗത്തിന്റെ ആളുകളുടെ എണ്ണം കൂടുന്നതെന്ന് പറയുന്നത് അത് സംവിധാനങ്ങളുടെയോ അല്ലെങ്കിൽ വേറെന്തിന്റെയോ എല്ലാ പ്രശ്നമല്ല. അത് നമ്മൾ ഓരോരാളും ഉണ്ടാക്കുന്ന പ്രശ്നമാണെന്ന് തിരിച്ചറിവുണ്ടാവണം. അതേസമയം വല്ലാതെ രോഗം സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ മരണനിരക്ക് ഇതിൽ നിൽക്കില്ല. അത് എപ്പോഴും ഓർമ്മ വേണം. അതുകൂടാതെ പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ കൂടുതലായിട്ട് പുറത്തോട്ട് വരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജാഗ്രത ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട സമയമാണ് ഈ മാസം. അതായത് ഒക്ടോബർ നവംബർ മാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. കോവിഡ് മരണങ്ങൾ ഒഴിവാക്കാൻ ഈ സമയം ഏറ്റവും ജാഗ്രത പുലർത്തണം. ഡോക്ടർ, ഇവിടെ ഈ 10,000 കടക്കുമ്പോൾ, പ്രതിദിന കണക്ക് 10,000 കടക്കുമ്പോൾ രോഗമുക്തി നേടുന്നവരുടെ എണ്ണം 6,600 ചില്വാനം പേരാണ് ഇന്ന് രോഗമുക്തി നേടിയിരിക്കുന്നത്. അത് നമ്മളുടെ പ്രതീക്ഷയ്ക്കൊത്ത് നമ്മൾ ഇതുവരെ കാഴ്ചവെച്ച നമ്മളുടെ പ്രതിരോധ മാർഗങ്ങളും മറ്റും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത് മതിയായത് തന്നെയാണോ ഇപ്പോഴും? ഈ എന്താന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം രോഗമുക്തി നിരക്ക് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഇതല്ല, വലിയൊരു കണക്കല്ല. കാരണം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മറ്റ് ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന പോലെ അല്ല കേരളത്തിൽ ഫോളോ ചെയ്യുന്നത്. ഇന്ത്യയിൽ എന്താ വെച്ചാൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഈ 10 ദിവസം അഡ്മിറ്റ് ചെയ്തതിനു ശേഷം രോഗം കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യുന്ന സംഭവമാണ്. എന്നാൽ കേരളത്തിലാണെങ്കിൽ അത് ടെസ്റ്റ് ചെയ്തതിനു ശേഷം നെഗറ്റീവ് ആയാൽ മാത്രമേ ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ റിക്കവറി എന്ന് പറയുന്നത് മറ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്നതാണ് ഈ റിക്കവറി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ വലിയ ഇമ്പോർട്ടൻസ് അതിന്റെ അകത്ത് ഇല്ല. അതാണ് കൂടുതൽ ഇപ്പൊ ഡിസ്കസ് ചെയ്തുകൊണ്ട് വരുന്നത്. അത് മാറ്റുന്നതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. കാരണം മറ്റ് സംസ്ഥാനങ്ങളുടെ അനുഭവങ്ങളും അതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളും അതൊക്കെ എന്തെങ്കിലും അതിന് ശാസ്ത്ര പഠനങ്ങളിൽ ഇത് എക്സ്പെർട്ട് കമ്മിറ്റികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അത് മാറ്റാവുന്നതാണെന്നാണ് വലിയ രീതിയിലുള്ള എക്സ്പെർട്സിന്റെ ഒക്കെ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് 14 ദിവസം കഴിഞ്ഞാൽ ടെസ്റ്റില്ലാതെ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന രീതിയിൽ. പക്ഷെ അത്തരത്തിൽ തീരുമാനത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ പല കാര്യങ്ങളും പല വശങ്ങളും നോക്കേണ്ടി വരും. അതുകൊണ്ട് റിക്കവറി റേറ്റ് എന്നുള്ള കാര്യത്തെ കുറിച്ച് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക വേണ്ട. അത് എവിടെയാ പ്രശ്നമാവെന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് ഒരു സമയം എത്ര ആളുകൾ കാറ്റർ ചെയ്യാൻ പറ്റും, ആ കാറ്റർ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും വലിയ രീതിയിൽ എണ്ണം വരുമ്പം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് ഡിസ്ചാർജിന് വലിയ നോക്കേണ്ടി വരും. അല്ലാതെ അത് പ്രതിരോധ പ്രവർത്തനമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ രോഗത്തിന്റെ നമ്മളെ നേരിടുന്നതിന്റെ ഔട്ട്കമിനെയോ അല്ല മെഷർ ചെയ്യുന്നത്. ശരിക്കും റിക്കവറി നോക്കേണ്ടത് ക്ലോസ്ഡ് കേസസിന്റെ അകത്ത് എത്ര പേര് രക്ഷപ്പെട്ടു എന്നതാണ്. കേരളത്തിൽ 99.6% ആളുകളും ക്ലോസ്ഡ് കേസ്, അതായത് അവസാനിക്കുന്ന കേസ് ഉണ്ടാവുമല്ലോ, ഒന്നെങ്കിൽ റിക്കവർ ചെയ്യുക അല്ലെങ്കിൽ മരണപ്പെടുക എന്നല്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ക്ലോസ്ഡ് കേസസിൽ റിക്കവറിയാണ് ശരിക്കും സ്റ്റാറ്റിസ്റ്റിക്കലി എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉള്ളത്. ഡോക്ടർ, ഇവിടെ ദിനം പ്രതി ഉള്ള കണക്ക് 10,000 കടന്നിരിക്കുന്നത്, ഒരു ദിവസം 10,000-ൽ കൂടുതൽ രോഗികൾ എന്നതാണ് അവസ്ഥ. 92,000-ന് മുകളിൽ രോഗികൾ ഇപ്പോൾ ചികിത്സയിലുണ്ട്. അപ്പോൾ നമ്മളുടെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരോഗ്യ സംവിധാനങ്ങൾ എത്രമാത്രം പര്യാപ്തമാണ് ഇത്രയധികം ആളുകളെ ഉൾക്കൊള്ളാൻ എന്ന ചോദ്യം ഉയരും. പലതവണ ആരോഗ്യമന്ത്രി ഉൾപ്പെടെ വിശദീകരിച്ചതാണ്. ഈ കേസ് ഉയർന്ന സാഹചര്യത്തിൽ നമുക്ക് എന്താണ് പറയാൻ കഴിയുന്നത്? നമ്മൾ പര്യാപ്തരാണോ ഇത്രയധികം രോഗികളെ ഒരു ദിവസം ചികിത്സിക്കാൻ? നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ ഈ കഴിഞ്ഞ 9 മാസത്തോളമായി ആരോഗ്യ സംവിധാനങ്ങൾ ഈ കോവിഡിനോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആളുകൾ സഹകരിക്കേണ്ട എവിടെയെന്ന് വെച്ചാൽ ഇപ്പോഴും പലപ്പോഴും കഴിച്ച കേസുകൾ കൂടുമ്പോഴും ആരോഗ്യ സംവിധാനങ്ങളുടെ മുകളിൽ പഴി കേൾക്കുന്നത്. പക്ഷേ നമ്മൾ അധ്വാനം കൂടുകയാണെന്നും ആശുപത്രികളിൽ കൂടുതൽ ജോലി ചെയ്യേണ്ടി വരികയാണെന്നുള്ള എന്തുകൊണ്ടാണ് കേസുകൾ കൂടുന്നത്? അത് മനുഷ്യരും തമ്മിൽ ഇന്ററാക്ഷൻ കൊണ്ടാണ്. അകലം പാലിച്ചും മാസ്ക് ധരിച്ചും ആളുകൾ കല്യാണം കൂടുകയും അതിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ, ആ കല്യാണം കൂടുന്നൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആളുകൾ സമ്പർക്കം ഉണ്ടാവുന്ന ഒഴിവാക്കി കഴിഞ്ഞാൽ കേസുകൾ കുറയും. അല്ലാതെ കേസുകൾ കുറയാൻ സാധ്യതയില്ല. കാരണം എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ നോക്കുക, എല്ലാ മീഡിയ ഹൗസസും ഒരുവിധ എല്ലാ മീഡിയ ഹൗസസിലും വന്നു. അത് എന്തുകൊണ്ടാണ് വരുന്നത്? ആളുകൾ ഞാൻ പറഞ്ഞ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ അവിടെ ഇരിക്കുന്നോട് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഉള്ള കാര്യം പറയാണ്. എല്ലാ ഓഫീസുകളിലെല്ലാം വരുന്ന വെച്ചാൽ ആളുകൾ ഇത്രയും രോഗവ്യാപനം ഉണ്ടാവാൻ സാധ്യതയുള്ള സംസ്ഥാനം, അതായത് 859 ഇവിടുത്തെ ജനസാന്ദ്രത. അതായത് നമ്മളുടെ 10-ൽ 9 ആൾക്കാർ വീട്ടിലിരുന്നാൽ പോലും പല യൂറോപ്യൻ രാജ്യങ്ങളുടെയും ആവറേജ് ദിവസമുള്ള ജനസാന്ദ്രതയെക്കാളും കൂടുതലാണ്.
അതാണ് നമ്മൾ ആ അവസ്ഥയുള്ളത്. അവിടെ നമ്മൾ രോഗവ്യാപനത്തിന് വേണ്ടി എല്ലാവരും ജാഗ്രത പുറത്തു തന്നെ വേണം. ആരോഗ്യ സംവിധാനങ്ങൾ കഴിഞ്ഞ 8 മാസത്തിനിടയിൽ നമ്മൾ 11,000 അഡീഷണൽ ആളുകളെയാണ് നമ്മൾ വെച്ചത്. അതൊന്നും പക്ഷെ പര്യാപ്തമാണെന്ന് വെച്ചാൽ അല്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉദാഹരണം നമ്മൾ കോവിഡ് ബ്രിഗേഡ് ആരംഭിച്ച സമയത്ത് ഡോക്ടർമാരുടെ ഇപ്പൊ നമ്മൾ 18,000 ആൾക്കാരാണ് നമ്മൾ കോവിഡ് ബ്രിഗേഡ് രജിസ്റ്റർ ചെയ്ത്. പക്ഷേ ഡോക്ടർമാരെന്ന് പറയുന്നത് MBBS ഡോക്ടർമാരെന്ന് പറയുന്നത് 350 പേര് മാത്രമാണ്. പലരും പല ഇത് ഡിഫിക്കൽട്ട് റൂറൽ ഏരിയാസിൽ ആൾക്കാരെ കിട്ടാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പര്യാപ്തത നമ്മൾ നോക്കുന്നത് എപ്പോഴാണ്? ഒരു സ്ഥലത്ത് ഉദാഹരണത്തിന് എന്റെ ഗ്രാമത്തിൽ അല്ലെങ്കിൽ എന്റെ ടൗണിൽ തൊട്ടടുത്ത ആശുപത്രിയിൽ ബെഡ് ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അല്ലാതെ ഞാൻ വളരെ ദൂരമുള്ള ഒരു ആശുപത്രിയിൽ ICU ബെഡ് ഉണ്ടായത് കൊണ്ട് എനിക്ക് വലിയ അഡ്വാൻറ്റേജ് ഇല്ല. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് രോഗവ്യാപനത്തിൽ ഈ ഘട്ടത്തിൽ ആളുകൾ രോഗവ്യാപനത്തിന് വേഗത കുറക്കുക തന്നെ വേണം. അല്ലാതെ ആരോഗ്യ സംവിധാനങ്ങളുടെ കപ്പാസിറ്റി എത്ര തന്നെ കപ്പാസിറ്റി ഉണ്ടാക്കിയാൽ പോലും ഇപ്പം ഇറ്റലിയുടെ കാര്യം എടുക്കാം, സ്വീഡന്റെ കാര്യം എടുക്കാം, അവിടെ എല്ലാം ആരോഗ്യ സംവിധാനങ്ങളുടെ കപ്പാസിറ്റി വലിയ രീതിയിലുള്ള സ്ഥലങ്ങളായിരുന്നു. പക്ഷെ അവിടെയൊക്കെ രോഗവ്യാപനം വലിയ രീതിയിൽ പോയപ്പം അതിന്റെ മരണനിരക്ക് 14-15% നമ്മളുടെ 0.37 ഇപ്പോൾ ഓർക്കുക. പക്ഷെ രോഗവ്യാപനം വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ ആരോഗ്യ സംവിധാനങ്ങൾക്ക് കപ്പാസിറ്റി താങ്ങാൻ പറ്റാതിരിക്കും. അവിടെ ജനങ്ങൾ പൂർണ്ണമായിട്ട് സഹകരിച്ചേ പറ്റുള്ളൂ ഈ കാര്യത്തിൽ. അതെ, വളരെ നന്ദി ഡോക്ടർ മുഹമ്മദ് അഷീൽ ഞങ്ങളോട് സഹകരിച്ചതിന്. എന്തായാലും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടുന്ന സാഹചര്യം തന്നെയാണ്. സംസ്ഥാനത്ത് കോവിഡ് വ്യാപന തോത് കൂടുന്നു, കോവിഡ് കണക്കുകൾ ഉയരുന്നു. വി അരുൺ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അരുൺ, ഇന്ന് തിരുവനന്തപുരത്തേക്കാൾ കൂടുതൽ കേസുകൾ കോഴിക്കോട്ടും മലപ്പുറത്തും എറണാകുളത്തുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കോഴിക്കോട്ടാണ്, 1500 കടന്നുള്ള കണക്കുകൾ. അങ്ങനെ തന്നെ ഒരു വിലയിരുത്തലിലേക്ക് പോകേണ്ടി വരുമോ? തിരുവനന്തപുരത്തേക്കാൾ വലിയ വ്യാപനമാണോ ഈ 3 ജില്ലകളിലും ഇപ്പോൾ ഉള്ളത്? ഇന്നത്തെ കണക്ക് അതാണ് പറയുന്നത്. പക്ഷേ ജില്ലകളുടെ കാര്യത്തിൽ ഈ കണക്കുകളൊക്കെ മാറി മാറി വരുന്നുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ച മലപ്പുറം ഒരു ദിവസം തിരുവനന്തപുരത്തേക്കാൾ അധികം കോവിഡ് ബാധയുള്ള ജില്ലയായിരുന്നു. കോഴിക്കോടും മലപ്പുറവും ഒക്കെ ഈ കണക്കുകൾ ഏറിയും കുറഞ്ഞും ഉണ്ട്. ഇത് 1-2 ജില്ലകളുടെ കാര്യം മാത്രമല്ല രേണുക, സംസ്ഥാനത്തെ ഏതാണ്ട് എല്ലാ ജില്ലകളിലും സമാനമാണ് സ്ഥിതി. തിരുവനന്തപുരം, കോഴിക്കോട്, മലപ്പുറം തുടങ്ങിയ ജില്ലകൾ കുറച്ച് കൂടുതൽ പോസിറ്റീവ് കേസുണ്ട് എന്ന് മാത്രമാണ്. നമുക്ക് കണക്കുകൾ നോക്കിയാൽ തന്നെ കോഴിക്കോട് 1576, മലപ്പുറത്ത് 1350, എറണാകുളം 1101, തിരുവനന്തപുരം 1182. 4 ജില്ലകളിൽ 1000-ന് മുകളിലേക്ക് പോകുന്നു. എന്നാൽ തൃശ്ശൂർ 948 ഉണ്ട്, കൊല്ലം 852 ഉണ്ട്, ആലപ്പുഴ 672. അതായത് 500-ന് മുകളിലുള്ള ജില്ലകളും ഇത്തരത്തിൽ 6-7 ജില്ലകൾ അത്തരത്തിൽ വരുന്നു. എല്ലാ ജില്ലകളിലും സംസ്ഥാനത്ത് വലിയ രീതിയിൽ കോവിഡ് വ്യാപനം ഉണ്ടാകുന്നതിൻ്റെ ലക്ഷ്യം തന്നെയാണ്. അത് 1-2 ജില്ലകളിലോ ഏതെങ്കിലും പ്രദേശങ്ങളിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. സംസ്ഥാനമാകെ ഇത്തരത്തിൽ വലിയ രീതിയിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു. നേരത്തെ മുഹമ്മദ് അഷീലും ഒക്കെ പറഞ്ഞതുപോലെ സർക്കാർ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ എങ്കിൽ പോലും ഈ കണക്കുകൾ ഭയപ്പെടുത്തുന്നതാണ്, ആശങ്കപ്പെടുത്തുന്നതാണ്. രോഗികളുടെ എണ്ണം അനുദിനം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു. ഇത് ഒരു ഘട്ടത്തിൽ പിടിച്ചു നിർത്താമെന്ന പ്രതീക്ഷയാണ് ആരോഗ്യവകുപ്പിനുള്ളത്. അത് ഈ മാസം അവസാനത്തോടു കൂടിയാണ്. ആദ്യം പ്രതീക്ഷിച്ചിരുന്നത് ഒക്ടോബർ 2ാം വാരത്തോടു കൂടി വലിയ കൂടുതലുണ്ടാവുകയും പിന്നീട് ഈ മാസം അവസാനത്തോട് രോഗബാധ കുറയുമെന്നാണ്. പക്ഷേ ഇപ്പോഴത്തെ കണക്കുകളിൽ ഈ മാസം മുഴുവൻ ഒരുപക്ഷെ വലിയ കണക്കുകൾ പോവുകയും അതിനുശേഷം കുറയുമെന്ന പ്രതീക്ഷയാണുള്ളത്. തീർച്ചയായും ഈ ട്രെൻഡുകൾ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. വലിയ കണക്കുകൾ പ്രതീക്ഷിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തെ ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ കണക്ക്. 10,000 കടന്നിരിക്കുന്നു സംസ്ഥാനത്തെ കോവിഡ് നിരക്ക്, പ്രതിദിനമുള്ള നിരക്ക് എന്നതാണ്. കോഴിക്കോട് നിന്നും വിനേഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനേഷ്, ഇന്ന് ഏറ്റവും ഉയർന്ന കണക്ക് കോഴിക്കോടിനാണ്. 1500 കടന്നിരിക്കുകയാണ് പ്രതിദിനം കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണം. എങ്ങനെയാണ് അവിടുത്തെ സാഹചര്യങ്ങളെ മനസ്സിലാക്കുന്നത്? ജില്ലാ ഭരണകൂടം നൽകുന്ന വിവരം എന്താണ്? ഏതൊക്കെ മേഖലകളിലാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? രേണുക, ഏറ്റവും വലിയ കണക്ക് തന്നെയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. കോഴിക്കോട് 1576 പേർക്കാണ് ഇന്നിപ്പോൾ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം കൂടിയാണ്. കാരണം അത്രത്തോളം കേസുകളുണ്ട്. ഇപ്പൊ കോഴിക്കോട് തന്നെ ഏകദേശം 80% കടകമ്പോളങ്ങളും മറ്റും മാത്രമാണ് തുറക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ പൂർണ്ണമായും കണ്ടെയ്ൻമെന്റ് സോൺ ആയിരിക്കുകയാണ് കോർപ്പറേഷന്റെ പല ഭാഗങ്ങളും. ഈ ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. നമുക്ക് കൃത്യമായ ഒരു PRDയിൽ നിന്ന്, സർക്കാർ സംവിധാനത്തിൽ നിന്ന് കൃത്യമായി ഇതിന്റെ ഒരു കണക്കിൽ ഇതുവരെയും ലഭ്യമായിട്ടില്ല. അത് എന്തായാലും അല്പസമയത്തിനകം ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും കോഴിക്കോടത്തെ അവസ്ഥ അതീവ സങ്കീർണമായ രീതിയിൽ തന്നെയാണ്. കാരണം ഇത് മറികടക്കാനുള്ള ശ്രമം ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ടെങ്കിൽ പോലും പല സ്ഥലങ്ങളിലും ഇപ്പോഴും ആശുപത്രികളിലും മറ്റും ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പൊ ബീച്ച് ആശുപത്രിയിലും മറ്റും വെള്ളമൊന്നും ലഭിക്കാതെ ഈ കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ച ആളുകൾ വലിയ ദുരിതം പേറിയ ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇത് കോവിഡ് ആശുപത്രിയാക്കിയിരുന്നു ബീച്ച് ആശുപത്രി. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലും മറ്റും എല്ലാം തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇതുമുണ്ട്. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിലാണെങ്കിലും ഏറെക്കുറെ ആളുകൾ
ആയിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ സ്വകാര്യ ആശുപത്രികളിലേക്കാണ് കൂടുതൽ ആളുകൾ പോകേണ്ടത്. ഇതിന്റെ ഭാരിച്ചമായ ഒരു ചികിത്സാ ചെലവ് ഒരു പ്രശ്നം കൂടിയുണ്ട്. ഒപ്പം തന്നെ ആളുകൾ ഇപ്പൊ ഈ കുറഞ്ഞ ദിവസത്തിനകം തന്നെ 5700ഓളം ആളുകൾക്ക് വീടുകളിൽ മാത്രം ചികിത്സ ഒരുക്കിയിട്ടുണ്ട്. കോവിഡ് പോസിറ്റീവായി സ്ഥിരീകരിച്ച ആളുകൾ വീട്ടിൽ തന്നെ ചികിത്സാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ കേസുകൾ വർദ്ധിച്ചു വരുന്നത് കോഴിക്കോടിന് വലിയ ആരോഗ്യ മേഖലയ്ക്ക് വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടതും അതീവ ജാഗ്രത പുലർത്തേണ്ടതുമായ ഒരു സമയം തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. തീർച്ചയായും എന്തായാലും ആശങ്കപ്പെടുത്തുന്ന കണക്കുകളാണ് പുറത്തുവരുന്നത്. 10,000 കടന്നിരിക്കുന്നു സംസ്ഥാനത്തെ പ്രതിദിന കണക്ക്. അതിൽ 4 ജില്ലകളിൽ 1000 കടന്നിരിക്കുന്നു പ്രതിദിന രോഗികളുടെ എണ്ണം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കോഴിക്കോട്, മലപ്പുറം, എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിലാണ് 1000 കടന്നിരിക്കുന്നത്. 5 ജില്ലകളിൽ 500-ന് മുകളിൽ കേസുകൾ, അതിൽ ചിലത് 1000-നോട് തൊട്ടടുത്ത് എന്ന നിലയിലുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാ ജില്ലകളിലും 100-ന് മുകളിൽ കേസ് എന്നതും ഇന്നത്തെ കണക്കുകളുടെ പ്രത്യേകതയാണ്. എന്തായാലും ആശങ്കപ്പെടുത്തുന്ന കണക്കുകൾ. സമ്പർക്കത്തിലൂടെ 9542 പേർക്ക് രോഗം പിടിപെട്ടിരിക്കുന്നു. 6161 പേർക്കാണ് ഇന്ന് രോഗം ഭേദമായത്. മലപ്പുറത്ത് നിന്ന് CV അനുമോദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനുമോദ്, മലപ്പുറത്തും ആശങ്കപ്പെടുത്തുന്ന കണക്കുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 1300-ന് മുകളിൽ ആളുകൾക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്ന സാഹചര്യം. ഏതൊക്കെ മേഖലകൾ, എവിടെയൊക്കെ കൂടുതൽ വ്യാപനം എന്നാണ് അറിയാൻ കഴിയുന്നത്? രേണുക, ജില്ലയിൽ ഇതുവരെ രോഗം സ്ഥിരീകരിച്ചതിൽ ഏറ്റവും ഉയർന്ന കണക്കാണ് ഇന്നത്തേത്. 1380 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 1224 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ ഉണ്ടായിരിക്കുന്നു. 84 പേരുടെ രോഗത്തിന്റെ ഉറവിടം വ്യക്തമായിട്ടില്ല. കഴിഞ്ഞ മാസങ്ങളിലെല്ലാം തന്നെ ഒക്ടോബറോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം കുതിച്ചുയരും. അത് കണക്കാക്കിയതുപോലെ തന്നെ ആശങ്കപ്പെട്ടതുപോലെ തന്നെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് മലപ്പുറത്തുള്ളത്. നേരത്തെ ചോദിച്ചതുപോലെ ജില്ലയിലെ ഏതെല്ലാം മേഖലകളിലാണ് ഇന്ന് കൂടുതലായിട്ട് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളതിന്റെ വ്യക്തമായ ഒരു വിവരം നമുക്ക് ഔദ്യോഗികമായിട്ട് ലഭിച്ചിട്ടില്ല. കാരണം വലിയ ഒരു കണക്ക് തന്നെയാണ് ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെല്ലാം മേഖലകൾ തിരിച്ചുള്ള വിവരം നമുക്ക് അല്പസമയത്തിന് ശേഷം മാത്രമേ ലഭ്യമാവുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ ജില്ലയിൽ പ്രധാനമായിട്ടും ആരോഗ്യവകുപ്പ് നിഷ്കർഷിക്കുന്നത് കോവിഡ് സ്ഥിരീകരിച്ചതിൽ A വിഭാഗത്തിൽ, അതായത് ലക്ഷണങ്ങളില്ലാതെ കോവിഡ് ഉണ്ട് എന്ന് മാത്രം ഉള്ളവർക്ക് വീട്ടിൽ തന്നെ ചികിത്സ നൽകുക, മറ്റ് രോഗങ്ങളുള്ളവർക്കും മറ്റ് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കും ആശുപത്രികളിൽ ചികിത്സ നൽകുക എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ രോഗം സ്ഥിരീകരിച്ചവരോടുള്ള കാര്യങ്ങൾ ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്നത്. മിക്കവാറും പേർക്ക് വീട്ടിൽ തന്നെ ചികിത്സ നൽകാനുള്ള നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. അവർക്ക് രക്തത്തിലെ ഓക്സിജന്റെ അളവ് പരിശോധിക്കാനുള്ള ഉപകരണം നൽകുന്നു. ഒപ്പം തന്നെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾക്കും ഇവരുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നു. അത്തരത്തിലാണ് ഇപ്പോൾ ഇവിടെ രോഗികളെ പരിചരിക്കുന്നതിനുള്ള സ്ട്രാറ്റജി ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്നത്. ശരി, CV അനുമോദാണ് മലപ്പുറത്തെ സാഹചര്യങ്ങൾ വിശദീകരിച്ചത്. N ശ്രീനാഥ് കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. ശ്രീനാഥ്, 1000 കടന്നിരിക്കുന്നു അവിടുത്തെ കണക്കുകൾ. 1201 പേർക്ക് ഇന്ന് കോവിഡ് പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് സാഹചര്യം? എന്താണ് ജില്ലാ അധികൃതർ നൽകുന്ന വിവരങ്ങൾ? രേണുക സൂചിപ്പിച്ച പോലെ 1201 കേസുകളാണ് കൊച്ചിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി ഭാഗത്താണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 20 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് കൊച്ചിയിൽ കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. INHS-ലെ 6 ജീവനക്കാർക്കും ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. 385 പേരാണ് ഇന്ന് രോഗം ഭേദമായിരിക്കുന്നത്. പക്ഷേ ജില്ലയുടെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും കോവിഡ് പോസിറ്റീവ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് ദിവസേനയുള്ള കണക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. മാത്രമല്ല, അടുത്ത ദിവസങ്ങൾ ഉണ്ടായതിൽ ഏറ്റവും ഉയർന്ന രോഗ വിവര കണക്കാണ് ഇന്ന് ലഭിച്ചിരിക്കുന്നത്. 1201 പേർക്ക് രോഗം ബാധിച്ചു എന്നുള്ളത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റും ഗവൺമെന്റും പുറത്തുവിടുന്നതേ ഉള്ളൂ. അതിനുള്ള സമയമായിട്ടില്ല. ഏതായാലും രോഗം ഏതാണ്ട് എല്ലാ ഭാഗത്തും വർദ്ധിക്കുന്നു എന്നുള്ളതിന്റെ സൂചന, ജില്ലകളിൽ എല്ലാ ഭാഗത്തും വർദ്ധിക്കുന്നു എന്നതിന്റെ സൂചനയാണ് നമുക്ക് ഇതിലൂടെ വ്യക്തമാകുന്നത്. N ശ്രീനാഥാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളത്തെ സാഹചര്യങ്ങളായിരുന്നു വിശദീകരിച്ചത്. തീര മേഖലകൾ കേന്ദ്രീകരിച്ചും മറ്റുമാണ് കൂടുതൽ വ്യാപനം എറണാകുളം ജില്ലയിൽ ഇപ്പോൾ നടക്കുന്നത് എന്നാണ് ശ്രീനാഥ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും സംസ്ഥാനത്ത് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കണക്കുകളാണ്. പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം 10,000 കടന്നിരിക്കുകയാണ്. ഇതിൽ ആശ്വസിക്കാൻ ഉള്ളത് ഈ നെഗറ്റീവ് ആയതിനു ശേഷം മാത്രമാണ് ആശുപത്രി വിടുന്നത് എങ്കിൽ പോലും പ്രതിദിന രോഗമുക്തി നിരക്കും ഉയരുന്നുണ്ട്. അത് 6000-ന് മുകളിൽ എത്തിയിരിക്കുന്നു എന്നത് ആശ്വസിക്കാവുന്ന കാര്യമാണ്. ഇന്ന് 22 മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്.
സ്വർണ്ണക്കടത്ത് കേസിൽ മുൻ IT വകുപ്പ് സെക്രട്ടറി M ശിവശങ്കറിനെ വീണ്ടും ചോദ്യം ചെയ്യും. വെള്ളിയാഴ്ചയാണ് ചോദ്യം ചെയ്യൽ. ഇതിനായി കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാൻ ശിവശങ്കറിന് കസ്റ്റംസ് നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി N ശ്രീനാഥ് ചേരുന്നു. ശ്രീനാഥ്, വിവിധ അന്വേഷണ ഏജൻസികൾക്ക് മുൻപാകെ 30 മണിക്കൂറിലധികം ചോദ്യം ചെയ്യലിന് ഹാജരായ ശിവശങ്കറിനെ വീണ്ടും വിളിക്കുന്നു കസ്റ്റംസ്. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? എന്തൊക്കെ വിവരങ്ങളായിരിക്കും കസ്റ്റംസിന് തേടാനുണ്ടാവുക? കസ്റ്റംസ് ഇതോടൊപ്പം മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ശിവശങ്കറിനെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുന്നത്. സ്വപ്നയ്ക്കും പങ്കാളികൾക്കും, അതായത് സ്വർണ്ണക്കടത്ത് കേസിലെ പങ്കാളികൾക്കും വീടെടുത്ത് നൽകി എന്നുള്ളതാണ് ശിവശങ്കറിനെതിരെയുള്ള ആദ്യ മൊഴിയായി സരിത്തിന്റെ മൊഴി നേരത്തെ പുറത്തു വന്നത്. അതിനുശേഷം ചോദ്യം ചെയ്യലിന്റെ ഓരോ ഘട്ടങ്ങളിലും ശിവശങ്കറിനെതിരെയുള്ള നിരവധി പരാതികളും നിരവധി തെളിവുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രതികളുമായി ഒരേ ലൊക്കേഷനിൽ ഈ ശിവശങ്കരൻ ഉണ്ടായിരുന്നതിന്റെ തെളിവുകൾ നേരത്തെ തന്നെ കസ്റ്റംസ് അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ സംഘടിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ശിവശങ്കറിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റും സ്വപ്നയും ഒരുമിച്ച് സംയുക്തമായി ചേർന്ന് ബാങ്ക് ലോക്കർ തുറന്നത് വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. മാത്രമല്ല, ഇതിന് പിന്നിൽ ഇത് ശിവശങ്കറിന്റെ ബിനാമി എന്ന പേരിലാണ് ചാർട്ടേഡ് അക്കൗണ്ട് ലോക്കർ തുറന്നത് എന്നുള്ളതാണ് കരുതുന്നത്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളും ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. സ്വപ്നയുടെ നിയമനം സംബന്ധിച്ചും ഒട്ടേറെ സംശയങ്ങൾ ശിവശങ്കറിലേക്ക് നീളുന്നുണ്ട്. ശിവശങ്കറിന്റെ ഒത്താശയോടുകൂടിയാണ് സ്വപ്നയെ, പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നുമില്ലാതിരുന്ന സ്വപ്നയെ വലിയ ഉന്നത സ്ഥാനത്ത് നിയമിച്ചത്, നേരിട്ടുള്ള നിയമനം നടത്തിയത് എന്ന് വ്യക്തമായിട്ടുണ്ട്. അതനുസരിച്ചുള്ള നടപടികളും അതിനനുസരിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരവും ശിവശങ്കരൻ മൂന്നാമത് ഹാജരാകുമ്പോൾ വ്യക്തമാക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ സ്വപ്നയുമൊത്ത് 3 വിദേശ യാത്രകൾ ശിവശങ്കരൻ നടത്തിയിട്ടുണ്ട്. ഈ 3 വിദേശ യാത്രയിലും മറ്റാരെയെങ്കിലും വിദേശത്ത് കണ്ടിരുന്നോ, അവരുമായി ഏതെങ്കിലും ചർച്ച നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും കസ്റ്റംസ് അന്വേഷിക്കുന്നുണ്ട്. N ശ്രീനാഥാണ് വിവരങ്ങൾ നൽകിയത്. IT പാർക്കിലെ തന്റെ നിയമനം മുഖ്യമന്ത്രി അറിഞ്ഞെന്ന് സ്വപ്ന മൊഴി നൽകിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ശിവശങ്കറുമായി അടുപ്പമുള്ളതുകൊണ്ടാണ് സ്പേസ് പാർക്കിൽ നിയമനം ലഭിച്ചത്. ശിവശങ്കറിന്റെ സാന്നിധ്യത്തിൽ പലതവണ മുഖ്യമന്ത്രിയെ കണ്ടു. ശിവശങ്കറിനൊപ്പം വിദേശത്ത് വെച്ച് മുഖ്യമന്ത്രിയെ കണ്ടുവെന്നും സ്വപ്ന മൊഴി നൽകിയതായി ED കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിൽ പറയുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് സ്വപ്നയുടെ മൊഴി എന്ന പേരിൽ സ്വപ്ന സുരേഷിനെ UAE കോൺസൽ ജനറലിന്റെ സെക്രട്ടറി എന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു. ഈ ജോലി നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ സ്പേസ് പാർക്കിലെ നിയമനത്തിനായി KSITAL MD-ആയ ഡോക്ടർ ജയശങ്കറിനെ ചെന്ന് കാണാൻ ശിവശങ്കർ സ്വപ്നയ്ക്ക് നിർദ്ദേശം നൽകി. സ്പെഷ്യൽ ഓഫീസർ സന്തോഷിനെയും നേരിട്ട് കണ്ട് സ്പേസ് പാർക്കിലെ ചുമതലകൾ സംബന്ധിച്ച് വിശദമായി സംസാരിക്കാൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് എല്ലാം ശരിയാക്കാമെന്ന് ശിവശങ്കർ പറഞ്ഞു. തൊട്ടുപിന്നാലെ സ്പേസ് പാർക്ക് സ്പെഷ്യൽ ഓഫീസർ സന്തോഷിൽ നിന്ന് ജോലിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശിച്ച് വിളി വന്നുവെന്നും സ്വപ്ന മൊഴി നൽകിയതായി ED വ്യക്തമാക്കുന്നു. യൂണിടാക് വില്ലേജിൽ നിന്ന് 1.08 കോടി രൂപ കമ്മീഷനായി കിട്ടിയെന്ന് സ്വപ്ന EDയോട് സമ്മതിച്ചു. കോൺസൽ ജനറൽ $38,000 2018 ജൂണിൽ നൽകി. മറ്റു ചില കമ്പനികളിൽ നിന്നും കമ്മീഷൻ കിട്ടി. ഈ പണമെല്ലാം ഇന്ത്യൻ രൂപയായി മാറ്റി ബാങ്കുകളിൽ നിക്ഷേപിക്കുകയായിരുന്നു. സ്പേസ് പാർക്കിൽ ജോലി കിട്ടിയ വിവരം മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു. ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി 8 തവണ ശിവശങ്കറിനെ കണ്ടിരുന്നു. അനൌദ്യോഗികമായി നിരവധി തവണയും അദ്ദേഹത്തെ കണ്ടു. 5-6 തവണ ശിവശങ്കറിന്റെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രിയെ കണ്ടുവെന്നും സ്വപ്നയുടെ മൊഴിയിലുണ്ട്. സന്തോഷ് ഈപ്പൻ ലൈഫ് മിഷൻ CEO-യുമായി ബന്ധപ്പെട്ടത് ശിവശങ്കർ വഴിയെന്നും സ്വപ്ന മൊഴി നൽകിയതായി ED കോടതിയെ അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. കള്ളക്കടത്ത് കേസിലെല്ലാം UAPA ആണോ പ്രതിവിധിയെന്ന് കോടതി NIA-യോട്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കവെയാണ് കോടതി ചോദ്യം ഉന്നയിച്ചത്. പ്രതികൾ ഗുരുതരമായ കുറ്റമാണ് ചെയ്തത്. 90 ദിവസമായിട്ടും വെറും അനുമാനം മാത്രമേയുള്ളൂ എന്നും കോടതി ചോദിച്ചു. പ്രതികൾ സ്വാധീനശേഷിയുള്ളവരാണെന്ന് NIA പറഞ്ഞു. മുൻപ് കുറ്റകൃത്യങ്ങൾ ചെയ്തവരും കൈവെട്ട് കേസിൽ കോടതി വെറുതെ വിട്ടയാളും സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികളാണെന്നും NIA ചൂണ്ടിക്കാട്ടി. ഭീകരവാദത്തിന് ഒരു തെളിവും ഹാജരാക്കാനായിട്ടില്ലെന്ന് പ്രതിഭാഗം വാദിച്ചു. സന്ദീപ് നായരുടെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച വാദം തുടരും. ചൊവ്വാഴ്ച ജാമ്യാപേക്ഷയിൽ വിധി പറയും. സ്വപ്ന സുരേഷിന്റെ സ്പേസ് പാർക്കിലെ നിയമനം തനിക്കറിയില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാദം പൊളിഞ്ഞെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് ഘടകവിരുദ്ധമായ മൊഴിയാണ് സ്വപ്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയിരിക്കുന്നത്. ഇതിലെ സത്യാവസ്ഥ വിശദീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. 6 തവണ മുഖ്യമന്ത്രിയെ കണ്ടെന്ന വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതാണ്. CPM-ന്റെ തെറ്റുതിരുത്തൽ രേഖയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നതെന്നും മുല്ലപ്പള്ളി കുറ്റപ്പെടുത്തി.
സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട കുറ്റപത്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ സമർപ്പിച്ചു. സ്വപ്നയടക്കം 3 പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. മന്ത്രി KT ജലീൽ, ബിനീഷ് കോടിയേരി എന്നിവരടക്കമുള്ളവരെ ആദ്യ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കറിന് സ്വപ്നയുമായി അടുത്ത ബന്ധമെന്നും കേസിലെ പങ്കിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ഹാഥ്രസിലേക്ക് റിപ്പോർട്ടിംഗിനായി പോയ മലയാളി മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പനെതിരെ UP പോലീസ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി. മതസ്പർദ്ധ വളർത്തൽ, കലാപശ്രമം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് FIR. സിദ്ദിഖ് കാപ്പനെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് പത്രപ്രവർത്തക യൂണിയൻ സുപ്രീംകോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. ഹാഥ്രസിലെ സമരങ്ങളുമായി ബന്ധപ്പെട്ട് ചാന്ദ്പ പോലീസ് രജിസ്റ്റർ ചെയ്ത 19 കേസുകൾ കൂടി CBIക്ക് കൈമാറാനാണ് UP സർക്കാരിന്റെ തീരുമാനം. രാജസ്ഥാനിലെ ബാഡ്മേറിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കി. മാതാപിതാക്കൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ പോയ സമയത്ത് പെൺകുട്ടിയെ ബലാത്സംഗത്തിനിരയാക്കുകയായിരുന്നു. അബോധാവസ്ഥയിലായ പെൺകുട്ടിയെ പ്രതികൾ പിന്നീട് റോഡിൽ ഉപേക്ഷിച്ചു. പോക്സോ നിയമപ്രകാരം പോലീസ് കേസെടുത്തു. പ്രതികളെ ആരെയും പിടികൂടാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. കൊല്ലത്ത് വാഹന പരിശോധനയ്ക്കിടെ പോലീസ് വൃദ്ധന്റെ മുഖത്തടിച്ച സംഭവത്തിൽ റേഞ്ച് DIG റൂറൽ SPയോട് റിപ്പോർട്ട് തേടി. സംഭവത്തിൽ അന്വേഷണം നടത്താൻ സ്പെഷ്യൽ ബ്രാഞ്ച് DYSPയെ ചുമതലപ്പെടുത്തി. ചടയമംഗലം പോലീസ് സ്റ്റേഷനിലെ പ്രൊബേഷൻ SI ഷജീമാണ് വൃദ്ധന്റെ മുഖത്തടിച്ചത്. ചടയമംഗലം സ്വദേശി രാമാനന്ദനാണ് മർദ്ദനമേറ്റത്. ഹെൽമറ്റ് വയ്ക്കാതെ ബൈക്കിൽ സഞ്ചരിച്ചതിന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തെ എതിർത്തതാണ് മർദ്ദിക്കാൻ കാരണമെന്ന് രാമാനന്ദൻ ആരോപിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും സന്ദർശിക്കുക malayalam.news18.com.